ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 71. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്തഃശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. വിവർത്തനം. അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടുകൂടിയും ഇത് ശ്രദ്ധിക്കുന്നവൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭങ്ങളായ ലോകങ്ങളിൽ എത്തും. ഭാവാർത്ഥം. ഈ അധ്യായത്തിലെ 67-ാമത്തെ ശ്ലോകത്തിൽ തന്നോട് അസൂയയുള്ളവർക്ക് ഭഗവത്ഗീത ഉപദേശിക്കരുതെന്ന് ഭഗവാൻ വിലക്കിയിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീത ഭക്തന്മാർക്കു വേണ്ടി മാത്രമുള്ളതാണ്. എങ്കിലും ചിലപ്പോൾ ഒരു ഭക്തൻ പൊതുവായ ഒരു പഠന ക്ലാസ് ആരംഭിച്ചുവെന്ന് വരാം. അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഭക്തന്മാരായെന്ന് വരില്ല. അത്തരം തുറന്ന പഠന ക്ലാസുകൾ എന്തിന് നടത്തണം എന്ന് ചോദിക്കാം. എല്ലാവരും ഭക്തന്മാരല്ലെങ്കിലും കൃഷ്ണനോട് ഈർഷ്യയില്ലാത്തവർ ഒട്ടേറെയുണ്ടാവാം. അവർക്ക് കൃഷ്ണൻ പരമപുരുഷനാണെന്ന വിശ്വാസവും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ വിശ്വാസ്യനായ ഒരു ഭക്തനിൽ നിന്ന് ഭഗവദ്വചനങ്ങൾ കേൾക്കുന്നതോടെ പാപപ്രതികരണങ്ങൾ ഒഴിഞ്ഞ് പുണ്യാത്മാക്കളുടെ വാസസ്ഥാനമായ ഗ്രഹവ്യൂഹത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു നല്ല ഭക്തനാകാൻ ശ്രമിക്കാത്തവർക്ക് പോലും ഭഗവത്ഗീതാ ശ്രവണം കൊണ്ട് മാത്രം പുണ്യകർമ്മങ്ങളിൽ നിന്നും നേടാവുന്ന ഫലം സിദ്ധിക്കും. സർവപാപങ്ങളിൽ നിന്നും വിമുക്തി നേടി ഭഗവത് ഭക്തരാവാൻ ഏവർക്കും അവസരം നൽകുകയാണ് ഗീതാപാരായണം കൊണ്ട് ഒരു ഉത്തമ ഭക്തൻ ചെയ്യുന്നത്. പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തരായ പുണ്യാത്മാക്കൾ എളുപ്പത്തിൽ കൃഷ്ണാവബോധം സ്വീകരിക്കാറുണ്ട്. പുണ്യകർമാണം എന്ന വാക്ക് ശ്രദ്ധേയമാണിവിടെ. വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന അശ്വമേധാദി യജ്ഞങ്ങളുടെ അനുഷ്ഠാനത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഭഗവത് സേവനത്താൽ പുണ്യമാർജിച്ചുവെങ്കിലും പൂർണ്ണ വിശുദ്ധി സിദ്ധിക്കാത്തവർ ധ്രുവലോകത്തെ പ്രാപിക്കും. മഹാഭക്തനായ ധ്രുവ മഹാരാജാവിൻ്റെ വാസസ്ഥലമായ ഈ ഗ്രഹത്തിന് ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.